Today I am going to derive the expression for the electric potential due to an electric dipole. We have studied about the electric field intensity due to an electric dipole. Similarly, today we are going to derive the expression for the electric potential due to an electric dipole. What is an electric dipole? We know that a pair of equal and opposite charges separated by a distance constitute an electric dipole. ഇലക്ട്രിക് ഫീൽഡിന്റെ കേസിൽ നമ്മൾ ആക്സിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു എ ഡൈപോൾ പഠിച്ചു. അതുപോലെ ഇക്വിറ്റോറിയൽ ലൈനിലെയും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു ഡൈപോൾ ഡിറൈവ് ചെയ്യുകയുണ്ടായി. എന്നാൽ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പോയിന്റിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിറൈവ് ചെയ്തിട്ട് സ്പെഷ്യൽ കേസസ് ആയി ആക്സിയൽ ലൈനും ഇക്വിറ്റോറിയൽ ലൈനും കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. സോ ലെറ്റ് us start. First we have to consider the electric dipole. AB is an electric dipole consisting of charges plus q and minus q with the dipole length 2a. Therefore, the moment of the dipole P equals q into 2a. And P is a point which is at a distance r from the center of the dipole. Let me draw the diagram. ഡയഗ്രം രണ്ട് വിധത്തിൽ വരയ്ക്കാം. ഡൈപോൾ ഇങ്ങനെ ആക്കി വരയ്ക്കാം. എ ബി മൈനസ് ക്യൂവും പ്ലസ് ക്യൂ. സെന്റർ ഒ ആണ്. ഇങ്ങോട്ടുള്ള അകലം എ ബി എന്ന് പറയുന്നത് 2a ആണ്. അപ്പോൾ പകുതി ദൂരം എ ആയിട്ട് വരും. ഇവിടെ ആക്സിയൽ ലൈനിലെയും ഇക്വിറ്റോറിയൽ ലൈനിലെയും കാണുന്നതിന് പകരം ഏതെങ്കിലും ഒരു പോയിന്റിലെ P is a point which is at a distance r from the center. P is a point which is at a distance r from the center O, where we want to calculate the electric potential. ഇനി ആ P എന്ന് പറയുന്നത് the line OP makes an angle theta. ഈ ആംഗിൾ തീറ്റ ആണ് വിത്ത് ദി ഡിറക്ഷൻ ഓഫ് ദി ഡൈപോൾ മൊമെന്റ്. ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ പിയുടെ ഡയറക്ഷൻ ഇവിടുന്ന് ഇങ്ങോട്ടാണ്. അപ്പം അതുകൊണ്ടാണ് ആ ഡയറക്ഷനും ഒ പിയുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ആയിക്കട്ടെ. ദ ലൈൻ ഒ പി മേക്സ് എൻ ആംഗിൾ തീറ്റ വിത്ത് ദി ഡിറക്ഷൻ ഓഫ് ദി ഡൈപോൾ ഓർ ഡൈപോൾ മൊമെന്റ്. അപ്പം നമുക്ക് ഇവിടുത്തെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ രണ്ട് ചാർജസ് മൂലമുള്ള പൊട്ടൻഷ്യലും കണ്ടുപിടിക്കണം. മൈനസ് ക്യൂ മൂലം പിയിൽ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യലും വേണം, പ്ലസ് ക്യൂ മൂലം പിയിൽ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യലും വേണം. അപ്പൊ ആ ഡിസ്റ്റൻസ് അറിയത്തില്ല. ഞാൻ അന്നേരം ആ ഡിസ്റ്റൻസ് വരയ്ക്കുന്നു. എ പിയും ഈ ഡിസ്റ്റൻസ് ബി പിയുമാണ്. അപ്പം ലെറ്റ് എ പി ഈക്വൽസ് R1 ആൻഡ് ബി പി ഈക്വൽസ് R2. ടേക്ക് ആണ് എ പി ഈക്വൽസ് R1 എന്നും ബി പി ഈക്വൽസ് R2 എന്നും ഇരിക്കട്ടെ. അപ്പോൾ ടോട്ടൽ പൊട്ടൻഷ്യൽ അറ്റ് എ എന്ന് പറയുന്നത് പി എന്ന് പറയുന്ന വി ഈക്വൽസ് പൊട്ടൻഷ്യൽ അറ്റ് പി ഡ്യൂ ടു മൈനസ് ക്യൂ ചാർജ് അറ്റ് എ ആൻഡ് പൊട്ടൻഷ്യൽ അറ്റ് പി ഡ്യൂ ടു പ്ലസ് ക്യൂ ചാർജസ് അറ്റ് ബി. ദർഫോർ വി ഈക്വൽസ് വി എ പ്ലസ് വി ബി എന്നാണ്. ഇനി അത് കണ്ടുപിടിക്കാനായിട്ട് വി എയും വി ബി നമുക്കറിയാം. പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജിന്റെ ഇക്വേഷൻ എന്താണ്? വി ഈക്വൽസ് 1/4πε0 ക്യൂ ബൈ ആർ ആണ്. അപ്പോൾ നമുക്കറിയാം വി എ ഈക്വൽസ് എത്ര വരും? 1/4πε0 മൈനസ് ക്യൂ ഡിവൈഡഡ് ബൈ R1. അതുപോലെ തന്നെ വി ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/4πε0 പ്ലസ് ക്യൂ ഡിവൈഡഡ് ബൈ R2. ഇവിടെ നമുക്ക് ഒരു കാര്യം കൂടെയാണ് കണ്ടുപിടിക്കേണ്ടത്. R1ഉം R2ഉം അറിയത്തില്ല. നമുക്കറിയാവുന്ന ഒരേ ഒരു കാര്യം R അറിയാം, Rഉം അറിയാം, എയും അറിയാം. സോ വി ഹാവ് ടു കൺസിഡർ R1 ആൻഡ് R2 ഇൻ ടേംസ് ഓഫ് R ആൻഡ് A. അപ്പൊ ആദ്യം നമുക്ക് എഴുതാം പൊട്ടൻഷ്യൽ at P ഡ്യൂ ടു മൈനസ് ക്യൂ ചാർജ് at A. VA equals
1 by 4 pi epsilon 0 minus q divided by this distance r1. Therefore, similarly, potential at P due to plus q charge at B, that is VB equals 1 by 4 pi epsilon 0 q divided by this distance r2. Therefore, V equals VA plus VB equals V യുടെ വാല്യൂ എത്രയാണ്? 1 by 4 pi epsilon 0 minus q divided by r1 plus 1 by 4 pi epsilon 0 q divided by r2. ഇവിടെ q divided by 4 pi epsilon 0 കോമൺ ആയിട്ട് എടുക്കാം. q divided by 4 pi epsilon 0. ആദ്യം പോസിറ്റീവ് ഫാക്ടർ എടുക്കാം. അപ്പോൾ ഇക്വേഷൻ എന്താ വരും? 1 by r2 മൈനസ് 1 by r1 വരും. ഈ ഒരു ഫ്രാക്ഷനെ സോൾവ് ചെയ്യണം. അതിനുവേണ്ടി q ഡിവൈഡഡ് ബൈ 4 pi epsilon 0 ഇൻറ്റു ഇവിടെ LCM ആയിട്ട് r1 ഇൻറ്റു r2 എടുക്കാം. മേളിൽ ഇവിടെ r2 ഉള്ളതുകൊണ്ട് മേളിൽ എന്ത് വരും? r1. ഇവിടെ r1 ഉണ്ട്, മൈനസ് r2 വരും. സോ ദിസ് ഈസ് ദ റിസൾട്ട്. ഇനി r1ഉം r2ഉം അറിയത്തില്ല, അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഇനി ഈ പടത്തിലേക്ക് നോക്കാം. ആറും അറിയാം, എയും അറിയാം. r1ഉം r2ഉം കണ്ടുപിടിക്കണമെങ്കിൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വേണം. അപ്പൊ ഈ ലൈൻ ഞാൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു, OP ലൈൻ. അതിന് പെർപെൻഡിക്കുലേഴ്സ് വരയ്ക്കുന്നു. ദാ ഇവിടെ നിന്നും ബിയിൽ നിന്നും എയിൽ നിന്നും പെർപെൻഡിക്കുലേഴ്സ് വരച്ചു. അപ്പൊ ഇതിനെ AD എന്ന് പറഞ്ഞു, ഇതിനെ D എന്ന് പറഞ്ഞു, ഇതിനെ E എന്നും പറഞ്ഞു. ഡ്രോ the perpendiculars AD and BE to OP. അപ്പൊ നമുക്ക് രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടി. ഈ ആംഗിൾ തീറ്റ ആയതുകൊണ്ട് ഈ ആംഗിളും എന്ത് തന്നെയാണ്? തീറ്റ ആണ്. അപ്പൊ ഇവിടുത്തെ ആംഗിൾ തീറ്റ ആണ്, ഈ സൈഡ് എയുമാണ്. അപ്പൊ ഇതാണ് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഇത് റൈറ്റ് ആംഗിൾ വരും. അപ്പോൾ ഇവിടെ നിന്ന് ഈ ട്രയാംഗിളിന്റെ അകത്തുനിന്ന് ട്രയാംഗിൾ OEB വാട്ട് ഈസ് കോസ് തീറ്റ? adjacent side by hypotenuse. adjacent side ഏതാണ്? OE by hypotenuse എന്ന് പറയുന്നത് OB ആണ്. therefore OE equals OB cos theta. OB യുടെ വാല്യൂ എന്താണ്? A ആണ്. അപ്പോൾ ഈ ദൂരം A cos theta ആണ്. സിമിലർലി ഇവിടെയും അതുപോലെ ഈ ട്രയാംഗിൾ എടുത്താൽ ഈ ദൂരം ഇത് A ആണ്, അഡ്ജസന്റ് സൈഡ്. ഇതാണ് റൈറ്റ് ആംഗിൾ വരുന്നത്, അതിന്റെ ഓപ്പോസിറ്റ് ഹൈപ്പോട്ടിനസ്. ഇൻ ദ ട്രയാംഗിൾ AODക്കകത്ത് കോസ് തീറ്റ എന്ന് പറയുമ്പോൾ എത്ര വരും? കോസ് തീറ്റ ഈസ് ഈക്വൽ ടു അഡ്ജസന്റ് സൈഡ് ബൈ OD by OA. therefore OD equals OA cos theta equals OA cos theta. OA equals A, that is equal to A cos theta. അപ്പം ഈ ദൂരവും ഈ ദൂരം A cos theta ആണ്. സിമിലർലി OE എന്ന് പറയുന്ന ഈ ദൂരവും A cos theta ആണ്. അപ്പൊ ഈ ദൂരം OD എന്ന് പറയുന്നതും A cos theta ആണ്, ഈ ദൂരം എന്ന് പറയുന്നതും A cos theta ആണ്. ഇനി നമുക്ക് R2 എന്ന് പറയുന്നത് ഇവിടം വരെ ഉള്ളൂ. റൈറ്റ് ആംഗിൾ വന്നു കഴിഞ്ഞാൽ PE വരെ ഉള്ളൂ. R2 ഈക്വൽസ്, അതായത് ഇവിടം വരെയുള്ള ദൂരം R ആണെങ്കിൽ ഇത്രയും കുറയ്ക്കണം. അതിന്റെ വാല്യൂ എത്രയാണ്? A cos theta ആണ്. therefore R1 എന്ന് പറയുന്നത് PD ആണ്. നമുക്കിവിടെ കൊടുക്കാം R1 equals PD equals R plus A cos theta കിട്ടി. R plus A cos theta കിട്ടി. സിമിലർലി R2 എന്ന് പറയുന്നത്
ഇതാണ് R2. അതിന് ഇക്വലന്റ് ആണ് PE. PE എന്ന് പറയുന്നത് ഇവിടം വരെ R ഉണ്ടായിരുന്നു, അതിൽ ഇത്രയും ദൂരം പോയാൽ അത്രയും ദൂരത്തിന്റെ വാല്യൂ എത്രയാണ്? OE ഈക്വൽസ് A cos θ ആണ്. അപ്പൊ എത്ര വന്നു? R മൈനസ് A cos θ വന്നു. R മൈനസ് A cos θ വന്നു. ഇനി ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, R1ന്റെ R2ന്റെ വാല്യൂ. Therefore V equals Q divided by 4 pi epsilon 0 into R1ന്റെ വാല്യൂ എത്രയാണ്? R plus A cos θ മൈനസ് R2ന്റെ വാല്യൂ R minus A cos θ ഡിവൈഡഡ് ബൈ താഴെ എത്ര വരും? R plus A cos θ ഇൻറ്റു R minus A cos θ. ഈക്വൽസ് Q ഡിവൈഡഡ് ബൈ 4 pi epsilon 0 ഇൻറ്റു ഈ മൈനസ് അകത്തോട്ട് പോകുമ്പോൾ ഇതെത്ര? -R, ഇത് പ്ലസ് ആകും. അപ്പൊ -R പ്ലസ് ആറും ക്യാൻസൽ ചെയ്തു. A cos θ പ്ലസ് A cos θ gives 2A cos θ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ നോക്കിക്കേ, R plus A cos θ ഇൻറ്റു R minus A cos θ, A plus B ഇൻറ്റു A minus B ഈക്വൽസ് A square minus B square. Therefore R square minus A square cos square θ. R square minus A square A square cos square θ. ഇനി നോക്കിക്കേ, Q ഇൻറ്റു 2A എന്ന് പറയുന്നത് എന്താണ്? P ആണ്, ഡൈപോൾ മൊമെന്റ്. അപ്പൊ നമുക്ക് വീണ്ടും എഴുതാം. Therefore V equals 1 by 4 pi epsilon 0 P cos θ divided by R square minus A square cos square θ. R square minus A square cos square θ. ഇതാണ് ജനറൽ ഇക്വേഷൻ. ഇവിടെ നമുക്ക് ഡൈപോൾ എന്ന് പറയുന്നത് എ പെയർ ഓഫ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. അപ്പം എയുടെ വാല്യൂ വളരെ കുറവാണ്. A is much much less than R. Therefore R square neglected. I'm sorry, A square neglected. അപ്പൊ ഈ ടേമിലെ A square അങ്ങ് പോയി കഴിഞ്ഞാൽ വിയുടെ ഇക്വേഷൻ എന്ത് കിട്ടി? 1 by 4 pi epsilon 0 P cos θ by R square. ഇതാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ. V equals 1 by 4 pi epsilon 0 P cos θ ഡിവൈഡഡ് ബൈ R square. ഇനി നമുക്ക് പോയിന്റ് ആക്സിയൽ ലൈനിൽ വന്നാൽ എത്ര പൊട്ടൻഷ്യൽ കിട്ടും, ഇക്വിറ്റോറിയലിൽ വന്നാൽ എത്ര പൊട്ടൻഷ്യൽ കിട്ടുമെന്നുകൂടി നോക്കാം. ആക്സിയലിൽ എന്ന് പറയുമ്പോൾ P ഇവിടെ ആകും. അപ്പോൾ തീറ്റയുടെ വാല്യൂ എത്ര ആയി മാറും? കേസ് 1 തീറ്റ ഈക്വൽസ് 0 ആകും. അപ്പം കേസ് 1, if the point P is on the axial line, point P is on the axial line, theta equals 0. Cos 0 ന്റെ വാല്യൂ എത്രയാണ്? cos 0 യുടെ വാല്യൂ 1 ആണ്. Therefore the equation becomes V equals 1 by 4 pi epsilon 0 P cos 0 1 P into 1 divided by R square. ഇതാണ് ആക്സിയൽ ലൈനിലെ ഡൈപോളിന്റെ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ. 1 by 4 pi epsilon 0 P by R square. നമുക്കറിയാം ആക്സിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ 1 by 4 pi epsilon 0 2p by r cube ആണ്. ഇവിടെ 2p ഇല്ല, r ക്യൂബിന് പകരം വിയും ഇയുമായിട്ടുള്ള റിലേഷൻ v ഈക്വൽസ് ഇ ഇൻറ്റു ആർ ആണ്, അതുകൊണ്ട് ആർ സ്ക്വയർ ആയി. അടുത്തത് ഇക്വിറ്റോറിയൽ ലൈനിലെ നോക്കാം. കേസ് 2, if the point P is on the equatorial line, ഇങ്ങനെയാണ്. ഇക്വിറ്റോറിയൽ ലൈനിൽ വരുവാണെങ്കിൽ തീറ്റ എത്ര ആയി മാറും? 90 ആകും. തീറ്റ ഈക്വൽസ് 90, കോസ് 90 ഈക്വൽസ് 0 ആകും. Therefore V ഈക്വൽസ് എത്ര വരും? 0. V ഈക്വൽസ് 0 ആയി മാറും. അപ്പം ഇതാണ് ഇലക്ട്രിക് ഡൈപോൾ മുഖേന
ആക്സിയൽ ലൈനിലും ഇക്വിറ്റോറിയൽ ലൈനിലും അറ്റ് എനി പോയിന്റിലും ഉണ്ടാക്കുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ V ഈക്വൽസ് 1/4πε0 P cos theta by r square ഈസ് ദ ജനറൽ ഇക്വേഷൻ. അപ്പം നമുക്ക് രണ്ട് കാര്യങ്ങൾ ഇവിടെ നിന്ന് കൺക്ലൂഡ് ചെയ്യാം. ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നു, ഇക്വിറ്റോറിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ E ഈക്വൽസ് 1/4πε0 P by r ക്യൂബ് ആയിരുന്നു. എന്നാൽ V എത്രയാണ്? 0 ആണ്. അപ്പോൾ it is an example for the region where there is an electric field but no electric potential is the equatorial plane of an electric dipole. അതായത് ഇലക്ട്രിക് ഫീൽഡ് വാല്യൂ ഉണ്ടായിട്ടും പൊട്ടൻഷ്യൽ 0 ആകുന്ന ഒരു റീജിയൻ ആണ് എന്താണ്? ഇക്വിറ്റോറിയൽ പ്ലെയിൻ ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപോൾ അല്ലെങ്കിൽ ഇക്വിറ്റോറിയൽ ലൈൻ ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപോൾ. രണ്ടാമത് നേരത്തെ പഠിച്ചു, എന്താണ്? പൊട്ടൻഷ്യൽ ഉണ്ട്, അതായത് E ഈക്വൽസ് 0 ബട്ട് V ഈസ് ഈക്വൽ ടു 1/4πε0 Q by ക്യാപിറ്റൽ R. അതായത് ഇലക്ട്രിക് ഫീൽഡ് 0 ആയിട്ടും പൊട്ടൻഷ്യൽ ഉള്ള റീജിയൻ ആണ്. ഇതെന്താണ്? ഇക്വിറ്റോറിയൽ പ്ലെയിൻ ഓഫ് ഇക്വിറ്റോറിയൽ ലൈൻ ഓഫ് ഇലക്ട്രിക് ഡൈപോൾ ആണ്. ഇവിടെ is inside the spherical shell, charged spherical shell ആണ്. നോക്കിക്കേ, ഇൻസൈഡ് ദ സ്പെറിക്കൽ ചാർജ് ഷെൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്, എന്നാൽ പൊട്ടൻഷ്യലിന്റെ വാല്യൂ is a constant and it is equal to that on the surface. അപ്പോൾ ഇത് രണ്ട് എക്സാമ്പിൾസ് ആണ്. അതായത് region where electric field intensity but having no electric potential is the equatorial line of an electric dipole, and the region where there is no electric field but the electric potential has a value is inside the spherical charged shell. Okay, thank you.